വേദിയിൽ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൈ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ മുബാരക് സാറിനെയും മഹാഗുരുക്കന്മാരെയും മനസാ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ സംഗീത വിരുന്ന് ആരംഭിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ആദ്യമായി ചതുർ രാഗമാലിക. രാഗമാലിക അക്ഷരാർത്ഥത്തിൽ രാഗങ്ങളുടെ ഒരു മാലയാണ്. ചതുർരാഗമാലിക എന്നാൽ 4 രാഗങ്ങളുടെ മാലിക എന്നാണ് അർത്ഥം. കമലാ മനോഹരി, ഹംസധ്വനി, രേവഗുപ്തി, തരംഗിണി എന്നീ 4 രാഗങ്ങളുള്ള അമൂല്യമായ രാഗമാലികയാണ് സാനന്ദം കമലാ മനോഹരി. ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ചുള്ള കൃതിയാണിത്. രചന ശ്രീ സ്വാതി തിരുനാൾ. താളം ആദിതാളം. Sanandam
അടുത്തതായി ശ്രീമൻ നാരായണ. ഈ പ്രാർത്ഥനാ ഗീതത്തിൽ പരമാത്മാവായ ശ്രീമൻ നാരായണന്റെ ദൈവിക രൂപവും മഹത്തായ ഗുണങ്ങളും വിവരിക്കുന്നു. തിരുപ്പതിയിലെ വെങ്കിടേശ്വര ഭഗവാന്റെ സുപ്രഭാതമായി പാടുന്ന കീർത്തനമാണ് ഇത്. ആയിരക്കണക്കിന് ഭക്തർ കാത്തുനിൽക്കുന്ന കൊട്ടാരത്തിലേക്ക് വരുന്ന ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് പോലെയാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാഗം ഭൗളി, രചന ശ്രീ അന്നമാചാര്യ, താളം ആദിതാളം. നാരായണ, രാഗം ഭൗളി, രചന ശ്രീ അന്നമാചാര്യ, താളം ആദിതാളം. അടുത്തതായി പാർവതീപതി. പാർവതി ദേവിയുടെ പതിയായ ശിവഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള കീർത്തനമാണിത്. തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ശിവഭഗവാൻ ആഗ്രഹം നൽകുന്ന കൽപ്പവൃക്ഷമാണ്. ശിവഭഗവാനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഈ കൃതി രചിച്ചിരിക്കുന്നത് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതരാണ്. രാഗം ഹംസധ്വനി, താളം ആദിതാളം.
അടുത്ത കീർത്തനം ശരണു ശരണു. ഐശ്വര്യത്തോടെ സ്വാഗതം ചെയ്യുന്ന പാട്ടുകളുടെ കൂട്ടമാണ് തോടയമംഗലം. അതിലുൾപ്പെടുന്ന കൃതിയാണിത്. സമ്പ്രദായ ഭജനയുടെ മട്ടിലുള്ള ഈ കൃതി ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ സ്തുതി കൂടിയാണ്. രചന ശ്രീ അന്നമാചാര്യർ. രാഗം ശുഭപന്തുവരാളി. താളം മിശ്രചാപ്പ്.
ക്ഷേത്രത്തിൽ പ്രദോഷത്തോടനുബന്ധിച്ചുള്ള വിശാലാക്ഷി വിശ്വനാഥ സ്വാമിയുടെ തിരുവെഴുന്നള്ളത്ത് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്നവർ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അടുത്തതായി നിറൈമതി മുഖമെനും തിരു അരുണഗിരിനാഥർ അരുളിയ തിരുപ്പുകഴിലെ ഏതാനും വരികളാണ് അടുത്തതായി ഇവിടെ ഞങ്ങൾ ആലപിക്കാൻ പോകുന്നത്. നിറൈമതി മുഖമെനും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ രാഗം ഹംസധ്വനി, താളം ആദിതാളം. അടുത്തതായി സകലമം തരുപവൾ, സർവേശ്വരിയായ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി. വാഗീശ്വരി, വാണി, വിദ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സരസ്വതി ദേവിയുടെ കീർത്തനമാണിത്. രാഗം കല്യാണി, താളം ആദിതാളം. ദൈവം
അടുത്തതായി ഒരു ശ്രീകൃഷ്ണ കീർത്തനം. ശ്രീകൃഷ്ണനോടുള്ള സ്നേഹവും രത്നങ്ങളെക്കുറിച്ചുള്ള അറിവും കൊണ്ട് ഉരുത്തിരിഞ്ഞിരുന്ന ഒരു കൃതിയാണിത്. രചന അന്നമാചാര്യ, രാഗം കുറിഞ്ചി, താളം ആദിതാളം.
ആദ്യമായി ഞങ്ങൾ അരങ്ങേറ്റം കുറിച്ചത് ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലായിരുന്നു. ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭക്തി പുരസരം ഈ സംഗീത വിരുന്ന് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഈ പരിപാടിക്ക് പക്കമേളം നൽകിയ ശ്രീ രാമസേനാപതി അവർകളെയും ശ്രീ അർജുൻ അവർകളെയും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി തുടങ്ങിയത് മുതൽ ഇതുവരെ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനത്തിന് നന്ദി. എല്ലാവർക്കും അകമഴിഞ്ഞ ഞങ്ങളുടെ നന്ദി. ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനമായി ഗുരുവായൂരപ്പ ഭക്തിഗാനം ഞങ്ങൾ ആലപിക്കുന്നു.